ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡാമിൻ പ്രീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഡാമിൻ പ്രീസ്റ്റിന് ക്ലാഷ് ഓഫ് ദി കാസിലെ മാച്ചിന് ശേഷം ഇഞ്ചുറി ഉണ്ടോ എന്ന്. കാരണം അദ്ദേഹം ചെറുതായിട്ട് ഞൊണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. അത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് അതിൽ ശരിക്കും ഒരു ഇഞ്ചുറി അദ്ദേഹം മിക്കവാറും പുറത്താകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന്. എന്തായാലും നമുക്കറിയാൻ സാധിച്ചത് അദ്ദേഹം മനഃപൂർവ്വം ഇൻറ്റൻഷ്യലി അതവിടെ ചെയ്തതാണെന്നാണ്. അതിൽ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, അത് അദ്ദേഹം കുറച്ച് എടുത്ത് കാണിച്ചു. അതായത് കുറച്ചുകൂടെ സംഭവം കുറച്ച് റിയലിസ്റ്റിക് ആകാൻ വേണ്ടി. സോ ആ ഒരു സംഭവം മാത്രമാണ് അവിടെ കാണാൻ സാധിച്ചത്. അല്ലാതെ ഡാമിൻ പ്രീസ്റ്റിന് ഒരു ഇഞ്ചുറി ഇല്ലെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ പറയുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ CM Punk ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് CM Punk മെഡിക്കലി ക്ലിയർ ആയോ, അദ്ദേഹം തിരിച്ച് ഉറപ്പായിട്ടും റെഗുലറായിട്ട് വരുമോ എന്ന്. എന്നാലും നമുക്കറിയാൻ സാധിക്കുന്നത് ഇതുവരെ ഇതിന് മെഡിക്കലി ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടർമാർ നൽകിയിട്ടില്ല. ഓക്കെ, കുറച്ച് മാച്ചൊക്കെ പങ്കെടുക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴും ഉള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. എന്തായാലും മെഡിക്കലി ക്ലിയർ ആകുമെന്നാണ് CM Punk പറയുന്നത്. ഉടൻ തന്നെ ക്ലിയർ ആകും, എന്തായാലും ഉടൻ തന്നെ റെഗുലറായിട്ട് വരുമെന്ന് CM Punk എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് CM Punk സ്റ്റിൽ ഒരു മാസമെങ്കിലും കൂടെ എടുക്കുമെന്ന് തോന്നുന്നു ഈ ഒരു മെഡിക്കലി ക്ലിയറൻസിന് വേണ്ടി. അതുവരെ ഈ ഒരു സംഭവം ഇവരുടെ ഫ്യൂഡ് ചെറിയ ചെറിയ രീതിയിൽ പോകത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് CM Punkനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം WWEക്ക് ഉണ്ടായിരുന്നു. അല്ലാതെ അവിടെ ഡ്രൂ മക്കിൻ്റെറിനെ തോൽപ്പിക്കാൻ WWEക്ക് സാധിക്കില്ല. ഒന്നാമത് സ്കോട്ട്ലൻഡാണ്, അവർ ഡ്രൂ മക്കിൻ്റെർ അവരാരാധകർക്ക് വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് ഡ്രൂ മക്കിൻ്റെറിനെ തോൽപ്പിക്കുന്നത് അത്രത്തോളം നല്ലൊരു കാര്യമല്ല WWEക്ക്. സോ എന്തെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളെ കൊണ്ട് തന്നെ തോൽപ്പിക്കണം, അത് CM Punk ആണ്. സോ അത് തന്നെ WWE ചെയ്തു. CM Punk തോൽപ്പിച്ചു എന്നല്ല, ഡാമിൻ പ്രീസ്റ്റ് വിജയിക്കാൻ കാരണം CM Punk ഒരു റഫറി ചെയ്ത് വന്നുകൊണ്ടല്ലേ. സോ അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും CM Punk ഫുള്ളായിട്ട് എനിക്ക് ഇനിയും ഒരു മാസത്തിനുള്ളിൽ തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുറച്ചുകൂടെ ടൈം എടുക്കും അദ്ദേഹം ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് ഡ്രൂ മക്കിൻ്റെർ CM Punk ആ ഒരു വലിയ മാച്ച് വരാൻ. സോ ആ ഒരു മാച്ച് എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഡി റോഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഫണാറ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് WWE കുറച്ച് ബെൽറ്റ് സെയിൽ ചെയ്തിരുന്നു, അതായത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ്. എന്തായാലും ആ ഒരു ബെൽറ്റിൽ ആ ഒരു സ്കോട്ട്ലാൻഡിൽ ചെന്നപ്പം തന്നെ കോഡി റോഡ്സ് ആ ഒരു ഫണാറ്റിക്സ് കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് WWE ബെൽറ്റ് എല്ലാം സൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സൈൻ ചെയ്ത ബെൽറ്റിൽ 500 എണ്ണമാണ് വിറ്റ് പോയിരിക്കുന്നത്. നമുക്കറിയാം ഒരു ബെൽറ്റിന് ഏതാണ്ട് 50,000 40,000 അടുത്തിന് വില വരും. സോ 500 ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ലാഭം WWE അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. സോ അത്ര വലിയൊരു സെയിലാണ് WWE ആ ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റിൻ്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ആ ഒരു ബെൽറ്റ് വെറുതെ വിറ്റുപോയതല്ല, കോഡ് റോഡ്സ് സൈൻ ചെയ്തുകൊണ്ട് വിറ്റുപോയ ഒരു ബെൽറ്റാണ്. സോ കോഡ് റോഡ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. സോ 500 പേരെ മേടിച്ചുള്ളല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. WWE അത്ര വലിയ ബ്രാൻഡില്ല, 500 പേരെ മേടിച്ചുള്ളൂ. സോ ഒരു ബെൽറ്റിൻ്റെ വില എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമാണ്. സോ അത് മേടിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. സോ 500 പേര് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. സോ അവിടെ കോഡ് റോഡ്സിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ എനിക്ക് കോഡ് റോഡ്സിന് അത്ര ഇഷ്ടമുള്ളൊരു സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല, എങ്കിൽ പോലും അതിന് WWE ഇപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എനിക്കൊന്ന് റോമൻ റൈൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഇപ്പോൾ WWE ഉള്ളത് അത് കോഡ് റോഡ്സിനാണ്. വലിയ ഫാൻ ഫോളോ എല്ലാ സംഭവവും കോഡ് റോഡ്സിനുണ്ട് ആസ് ഒരു ബേബി ഫേസ് സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാളത്തെ റോ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും വലിയ രീതിയിലുള്ള നാളത്തെ മാച്ച് കാർഡോ സെഗ്മെൻറ്റ്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്കറിയാൻ സാധിക്കുന്നത് കാർലിറ്റും ഡ്രാഗൺ ലീയും തമ്മിലൊരു മാച്ച് നാളെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ തന്നെ മണി ഇൻ ദ ബാങ്ക് ക്വാളിഫയിങ് മാച്ചസ് നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം അങ്കിൾ ഹൗഡിയുടെ ആ ഒരു കൗണ്ട് ഡൗൺ അവസാനിക്കുന്ന നാളെയാണ്. ഇപ്പോൾ അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നാളെ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഒന്നെങ്കിൽ അങ്കിൾ ഹൗഡി റിട്ടേൺ അല്ലെങ്കിൽ വൈറ്റ് ഫാക്ഷൻ്റെ ഒരു കംബാക്ക് എന്തെങ്കിലുമൊക്കെ നാളെ ഉണ്ടായിരിക്കും. സോ ആ ഒരു കൗണ്ട് ഡൗൺ അവസാനിക്കുന്ന നാളെയാണ്. സോ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോമൻ റൈൻസോട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അത് റോമൻ റൈൻസ് അപ്പോൾ റിട്ടേൺ ചെയ്യുമെന്ന് പലരും ചോദിക്കുന്നത് നമ്മളെല്ലാം പറഞ്ഞൊരു കാര്യമാണ്. റോമൻ റൈൻസിൻ്റെ ആ ഒരു സിനിമയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോൾ എന്താ പറയുക WWEക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. സോ ആ ഒരു റിട്ടേൺ എപ്പോൾ ഉണ്ടാകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ റൂമർ എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം മണി ഇൻ ദ ബാങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. ഒന്നെങ്കിൽ സോളോ സിക്കാവോ എനിക്കൊന്ന് കോഡ് റോഡ്സ് മാച്ച് ചിലപ്പോൾ മണി ഇൻ ദ ബാങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു മാച്ചിൽ ഇൻ്റർസെപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചിലപ്പോൾ റോമൻ റൈൻസിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് റോമൻ റൈൻസ് മണി ഇൻ ദ ബാങ്കിൽ വരുമെന്നാണ്. ഇനി മണി ഇൻ ദ ബാങ്കൊക്കെ വന്ന് അത് ക്യാഷിൻ ചെയ്യുമോ അല്ലെങ്കിൽ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസൊക്കെ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് മാച്ചിൻ്റെ ഇടയ്ക്ക് വന്ന് ബ്രോക്ക് ലെസ്നർ വന്ന പോലെ വന്ന് സംഭവങ്ങൾ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സോ അങ്ങനെ നടന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. റോമൻ റൈൻസിന് ഇപ്പോൾ ആ ഒരു മണി ഇൻ ദ ബാങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ അത് വേണ്ട കുറേ പേര് ഇപ്പോൾ ഉണ്ട്. സോ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കണം. വന്ന് ബ്രോക്ക് ലെസ്നർ ചെയ്തപോലെ വീണ്ടും റോമൻ റൈൻസ് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോമൻ റൈൻസ് സോളോ സിക്കാവോ അതുപോലെ തന്നെ ആ ഒരു മാച്ചിൽ അത് ബ്ലഡ് ലൈൻ്റെ സംഭവത്തിൽ വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. സോ അത് മണി ഇൻ ദ ബാങ്ക് ഇപ്പോൾ അദ്ദേഹം എടുക്കാനുള്ള ചാൻസുകളൊന്നും ഇപ്പോൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരു ബ്ലഡ് ലൈനുമായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹം വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും വരുമെന്ന് തന്നെ വിചാരിക്കും. എന്തായാലും കുറേ പേര് റോമൻ റൈൻസിനെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കംബാക്ക് റോമൻ എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. നേരത്തെ ഗോ ബാക്ക് റോമൻ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. സോ ഇപ്പോൾ കംബാക്ക് എന്നാണ് പറയുന്നത്. സോ വരുമെന്ന് വിചാരിക്കും.